ഞാൻ സാറിൻ്റെ അടുത്ത് വരും. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് പാർക്ക് ചെയ്തിട്ട് ആളെ ചെന്ന് വിളിച്ച് ഞാൻ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി ഇരുത്തി. അത് കഴിഞ്ഞപ്പം പിന്നെയുണ്ട് സീറ്റ് കാലിയുണ്ട്. എന്നാൽ പിന്നെ എന്തായാലും വണ്ടി റിവേഴ്സിന് പോകല്ലോ, ഒന്നുകൂടെ നോക്കാമെന്ന് കരുതി ചെല്ലുമ്പോൾ പിന്നെയുണ്ട് ആളെ കിട്ടി. അതായത് പോസ്റ്റർ നിറഞ്ഞു. അല്ല, അവർ ഇൻഫോം ചെയ്യാതെ ടിക്കറ്റ് അയച്ചു കൊടുക്കാതെ ഒന്നുമില്ല. ആകെ 4 പേരുടേതാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി അവർ ആ വാതിക്കൽ പാർക്കിങ്ങിനകത്ത് വന്ന് തമ്പാക്കൊക്കെ ഉണ്ടാക്കി അവരവിടെ അങ്ങ് ഇരിക്കും. നാട്ടിൽ നിന്ന് എന്തെങ്കിലും മിച്ചറോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അതൊക്കെ കഴിച്ച് അവർ അവിടെ സുഖമായിട്ട് അവിടെ ഇരിക്കും. ഞാൻ പിന്നെ ഈ മറ്റേ NSHൻ്റെ ഇതും കൊണ്ട് NSHൻ്റെ ആരെങ്കിലും ഉണ്ടോ, റിവേഴ്സിന് പോലുള്ള ആരെങ്കിലും ഉണ്ടോ, NSHൻ്റെ ഉണ്ടോ, ഗൾഫേഷ്യയുടെ ഉണ്ടോ എന്ന് ചോദിച്ച് ചെല്ലുമ്പോഴാണ് എനിക്ക് ഇവരെ കിട്ടുന്നത്. അത് പാർക്കിങ്ങിനകത്തും എയർപോർട്ടിന് വെളിയിൽ നിൽക്കുന്നവരെയും എയർപോർട്ടിനകത്ത് ഇരിക്കുന്നവരെയും എല്ലാം നോക്കും. അത് കഴിഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞത് സോറി കേട്ടോ. ഞാൻ സോറി പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, നമ്മൾ ആൾക്കാർ ഇത്രയും പേര് ഇരിക്കുവാണ്, സാർ ഒരാൾ വരുന്നതല്ലല്ലോ. അപ്പോൾ ഞാൻ സാറിനെ വേറെ വണ്ടിയെ വിടാം, സാറൊന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, സാറിനെ പിക്കപ്പ് കയറ്റി വിടാം. എന്നിട്ട് പിന്നെ ആളെ പിന്നെ വേറൊരു പിക്കപ്പ് ഇവിടുന്ന് നമ്മുടെ ലാൽചന്ദ് പോകുന്നുണ്ടായിരുന്നു, ആ പിക്കപ്പെ കയറ്റി വിട്ടു. കമ്പനിയിൽ ഇങ്ങനെ വണ്ടിയൊന്നും കൊടുക്കില്ല, അവരാണെങ്കിൽ സ്വന്തമായിട്ട് പൊയ്ക്കോളും. മനസ്സിലായില്ലേ? പിന്നെ കുറെ വിദ്വാന്മാർ കാണിക്കും, ഈ ഫോൺ നമ്പർ ഉണ്ടല്ലോ, റൂമിലുള്ള ആളുടെ ഫോൺ നമ്പർ കൊടുക്കും, എന്നിട്ട് നാട്ടിൽ പോകും. എന്നിട്ട് തിരിച്ചു വരുമ്പം നമുക്ക് ഈ നമ്പറാണ് കിട്ടുന്നത്, റൂമിൽ കൊടുത്തേക്കുന്നത്. ആ നമ്പറിൽ വിളിക്കുമ്പോൾ അവൻ റൂമിൽ കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ റൂമിലെത്തി. അപ്പം നമ്മൾ പറയാം ശരി, നമ്മുടെ അവിടെ വിളിക്കുമ്പോൾ പറയാം അത് അവർ റൂമിലെത്തിയ 11:30 ആൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ, 12:30 ആയപ്പോൾ റൂമിലെത്തിയത്. പറഞ്ഞ് ഞാൻ ഈ നമ്പറിൽ വിളിച്ചു നോക്ക്,